പത്തനംതിട്ട കോന്നി പൈരാമണ്ണിൽ വീണ്ടും പാറ ഇടിഞ്ഞു വീണു. ആദ്യം അപകടം നടന്ന ഭാഗത്തേക്ക് തന്നെയാണ് വീണ്ടും പാറ ഇടിഞ്ഞു വീണത്. രക്ഷാപ്രവർത്തനത്തിന് നിന്ന ഉദ്യോഗസ്ഥർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ് ബാബു, രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലേക്ക് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുന്നു. വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ്, രക്ഷാപ്രവർത്തകർ എങ്ങനെയാണ് അവിടെ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യം അപകടം നടന്ന അതേ ഭാഗത്ത് തന്നെ വീണ്ടും കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വീണ്ടും അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഓടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. ജില്ലാ കളക്ടർ അടക്കം എല്ലാവരും തന്നെ, മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്നു, ആ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും അവരെല്ലാം തന്നെ വളരെ വേഗം മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ NDRF സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെത്തിയാൽ പോലും ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തനം ഇന്നത്തെ ദിവസം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇന്നത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ്. താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും അതിരാവിലെ തന്നെ പുനരാരംഭിക്കും. കാരണം ഇരുട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാറ ഇടിഞ്ഞു വീഴുന്നത് അത് വലിയ പ്രതിസന്ധി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ നടത്തുന്നതിന് തടസ്സമായിട്ടുണ്ട്. ഇത്തരത്തിൽ അല്പസമയം മുൻപ് വലിയ പാറക്കഷ്ണങ്ങൾ വീണ്ടും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് നേരത്തെ തന്നെ ഈ അപകടം നടന്ന അതേ സ്ഥലത്ത് ഹിറ്റാച്ചി വാഹനം കടന്ന ഒരാളുടെ കൂടി മൃതദേഹം ഒരാളെ കൂടി കണ്ടെത്താൻ ഉള്ള ആ ഭാഗത്തേക്ക് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇനി രക്ഷാപ്രവർത്തനം നടത്തുക ഏറെ ദുസ്സഹമാണ്. കാരണം ഇനിയും വീണ്ടും പാറ ഇടിയാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ നേരത്തെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പലതവണയായി പാറ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പാറ ഇടിയാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും ഇത്തരത്തിൽ പരിശോധന നടത്തും. NDRF സംഘമടക്കം 30 അംഗ NDRF സംഘമടക്കം സ്ഥലത്തേക്ക് എത്തി കൂടുതൽ വിശദമായി പരിശോധന നടത്താനാണ് തീരുമാനം. ഒരാളെ അല്പസമയം മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. അതിൽ ഹിറ്റാച്ചിയിലെ സഹായിയായിരുന്ന ആളെയാണ് കണ്ടെത്തിയത്. ഇനി ഡ്രൈവറെയാണ് കണ്ടെത്താനുള്ളത്. 2 പേരായിരുന്നു ഈ അപകടം സംഭവിക്കുമ്പോൾ ഹിറ്റാച്ചിയിൽ ഉണ്ടായിരുന്നത്. അവരിൽ ഒരാളെയാണ് കണ്ടെത്തിയത്. ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഒരാളെ കണ്ടെത്താൻ സാധിച്ചത്. അയാളെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പരിശോധന നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒഡീഷ സ്വദേശികളാണ് അവിടെ കുടുങ്ങിയത് എന്നാണ് അറിയുന്നത്. അവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ലക്ഷ്മി, ജാർഖണ്ഡ് സ്വദേശി എന്ന വിവരമായിരുന്നു ഏറ്റവും ആദ്യം ലഭിച്ചിരുന്നത്. പിന്നീട് തഹസിൽദാർ അടക്കം ലഭിച്ച വിവരം ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കം നൽകിയ വിവരം അനുസരിച്ച് ബീഹാർ സ്വദേശിയും അതുപോലെ തന്നെ ഒറീസ സ്വദേശിയുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇവർ ഏറെക്കാലമായി തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന, ഈ ചെങ്കുളം ക്വാറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അതിൽ ഈ സഹായിയായ ആളിനെയാണ് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അല്പസമയം മുൻപ് കണ്ടെത്താൻ കഴിഞ്ഞത്. അയാളെ ഏകദേശം അരമണിക്കൂർ മാത്രം പിന്നിട്ടപ്പോഴാണ് വീണ്ടും ഈ കൂറ്റൻ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വലിയ തടസ്സം നേരിടുന്നുണ്ട്, വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി നിലവിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഫയർഫോഴ്സ് അടക്കം എത്തിയിരിക്കുകയാണ്. NDRF സംഘം ഇവിടെ എത്തിയെങ്കിൽ പോലും അങ്ങോട്ടേക്ക് തെരച്ചിൽ നടത്താനായിട്ട് ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂറ്റൻ പാറക്കെട്ടുകളാണ് അവിടെ നിന്നും ഇടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് വലിയ ദുഷ്കരമായിരിക്കും. എന്തായാലും കാലങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശ്രീരാജ്, ഈ പാറമടയ്ക്ക് ഇത് ലൈസൻസ് ഉള്ളതായിരുന്നോ? നിയമവിധേയമായിട്ടാണോ അവിടെ ഖനനം നടന്നത്? എന്താണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്?
ലക്ഷ്മി, നമ്മൾ പലതവണ ഈ ചെങ്കുളം കോറിയുടെ വാർത്ത നൽകിയതാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അവരുടെ ആശങ്കകളെല്ലാം കൊണ്ട് തന്നെ പലതവണ വാർത്ത നൽകിയ ഒരു സ്ഥലമാണ് ഈ ചെങ്കുളം കോറി. അവർ പറയുന്നത് ജിയോളജി വകുപ്പ് മറ്റൊരു പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയത് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ചെങ്കുളം കോറി പ്രവർത്തിക്കുന്നത് എന്നാണ്. അത് പക്ഷേ ഈ നിലവിൽ ഹൈക്കോടതിയുടെ അടക്കം അനുമതി ഈ കോറി പ്രവർത്തിക്കുന്നതിന് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രദേശവാസികൾ പറയുന്നത്, കോന്നി പഞ്ചായത്തിനെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ കുറേയധികം നിയമലംഘനമായി നേടിയെടുത്ത അനുമതികൾ കൊണ്ടാണ് ഈ കോറി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണമാണ് പ്രദേശവാസികളുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ജിയോളജി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായതായി പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും അടക്കം ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കോറി പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ അടക്കം അനുമതിയാണ്. ഏകദേശം ഈ അനുമതിയുടെ സമയം കഴിയാറായിട്ടുമുണ്ട്. ഇവിടുത്തെ ക്രഷർ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിയോളജി വകുപ്പ് ഇവിടുത്തെ ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി ആ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ പാറ പൊട്ടിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു ഖനനം നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ അവിടെ നിന്ന് മാത്രമാണോ ഇത്തരത്തിൽ പാറ പൊട്ടിച്ചത് എന്നതടക്കം കൂടുതൽ വിശദമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ജിയോളജി വകുപ്പിൻ്റെ അടക്കം ഉദ്യോഗസ്ഥരെത്തി കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അനുമതിയുള്ള ഭാഗത്തു നിന്ന് മാത്രമാണോ ഇത്തരത്തിൽ പാറ പൊട്ടിച്ചതെന്നടക്കം വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികൾ ഇപ്പോഴും കടുത്ത പ്രതിഷേധത്തിലാണ്. കാരണം അവർ ഏറെ നാളായി തന്നെ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളാണ്. ഇവിടെ ഇത്തരത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും അത് കൂടുതൽ തീർച്ചയായും പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടകരമായ പാറ ക്വാറികൾ ഉള്ളത് നമുക്കറിയാം. ഏതായാലും പത്തനംതിട്ട കോന്നി പൈരാമണ്ണിലാണ് പാറക്വാറിയിൽ അപകടമുണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ ഒരു തവണ കൂടി പാറ ഇടിഞ്ഞു വീണു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ തന്നെ ഇതിൽ ഉദ്യോഗസ്ഥരടക്കം അവിടെ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ അപകടത്തിൽ ഒരു മൃതദേഹം കണ്ടെടുത്തു. രണ്ടുപേരാണ് അവിടെ കുടുങ്ങിക്കിടന്നത്, അതിഥി തൊഴിലാളികൾ. അതിലൊരാളുടെ മൃതദേഹം കണ്ടെടുത്തു. ഒരാൾക്കായുള്ള തെരച്ചിൽ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ മാത്രമായിരിക്കും ഇനി തിരയുക എന്നാണ് ശ്രീരാജ് ബാബു പറയുന്നത്. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി.